60 ഇമാമിങ്ങളുടെ ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിതാബിൽ അതിൻ്റെ ഇമാമിങ്ങളെ ധാരാളം അവർ തന്നെ ഓരോരുത്തരായിട്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഈ മൗലിദാഘോഷം പാടില്ല, അല്ലെങ്കിൽ അത് ശിർക്കാണ്, അല്ലെങ്കിൽ അത് ബിദ്അത്താണ് എന്ന വാദം അസംബന്ധമാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 60 ഇമാമിങ്ങളെ പേര് ഞാൻ ലിസ്റ്റാക്കിയിട്ടുണ്ട്. 61ാമത്തെ ഇമാമും കൂട്ടിക്കോളി ഫൈസൽ ഹസനി അസ്വമദാനി, അത് 61ാമത്തെ ഇമാമായിട്ട് കൂട്ടാം. അങ്ങനെ കുറേ എണ്ണ അതിൻ്റെ ഇനി കുറേ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എണ്ണിയ ബറൂസവി മുതൽ ഇങ്ങോട്ട് ഫൈസൽ ഹസനി വരെ ഒരു 600 വേണമെങ്കിൽ കിട്ടും, അതിനപ്പുറം കിട്ടും. അപ്പം മുടിയൊക്കെ കിട്ടിയ പോലെ തന്നെ അത് കിട്ടാൻ പ്രയാസമില്ലല്ലോ. ബഹുമാനപ്പെട്ട അല്ലാമ അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, മിൻ തഅദീമിഹി അമലുൽ മൗലിദി, അല്ലാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് അമലുൽ മൗലിദി, മൗലിദാഘോഷം. ഇത് അലം യകുൻ ഫീഹി മുൻകറുൻ, അതിൽ യാതൊരു തെറ്റായ സംഗതികളും ഹറാമായ സംഗതികളും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹറാമ് ആയ സംഗതികൾ സ്ത്രീ പുരുഷ സങ്കലനം പോലെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അത് പാടില്ല. അല്ലാത്ത ആഘോഷങ്ങളൊക്കെയും പറ്റുന്നതാണ്. ഖാലൽ ഇമാമു സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി യുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ് ഇൽഹാറു ശുക്രി ലിമൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് ശുക്ർ ചെയ്യൽ അത് നമുക്ക് സുന്നത്താണ് എന്ന് ഇമാം അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബ് പറയുന്നു. അതുകൊണ്ടാണല്ലോ വായിച്ചപ്പോൾ ആകെ വായിക്കാൻ കിട്ടിയ ഇമാമേതാ? ബറൂസവി. എൻ്റെ അപ്പുറം വായിക്കാഞ്ഞു ഇസ്മായിൽ ഹിക്കി അൽ ബറൂസവി. നിങ്ങൾ പണ്ട് മണ്ണാർക്കാട് നിന്ന് വായിച്ചപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ നല്ല നിങ്ങൾക്ക് കാന്തപുരത്തിൻ്റെ ബുക്ക് വായിക്കാൻ നല്ലത്. ആ മറുപടി ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്, അന്ന് പറഞ്ഞ മറുപടി. അപ്പോൾ അതേ മറുപടി ഇപ്പോഴും പിടിച്ചോളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമാമിങ്ങൾ 60 അല്ല, അതിനപ്പുറത്തും കിട്ടും ഇങ്ങനത്തെവരാണ് ഇമാമിങ്ങളെങ്കിൽ. കൊട്ടക്കണക്കിന് ഇമാമുകൾ പറഞ്ഞ വിഷയം ഇവിടെ ഉണ്ട്, അത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൽ യഫ്രഹു അത് വളരെ കൃത്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കൊട്ടക്കണക്കിനുണ്ട്, കൊട്ട കുറേ ഉണ്ടാവും, പക്ഷേ അത് സാധനം ഇല്ല എന്നുള്ളൂ. കാലിക്കൊട്ടയാണ്, അവിടെ കാര്യമില്ല. അത് പണ്ട് നമ്മളെ പത്തപ്പിയും സക്കാപ്പിയൊക്കെ പണ്ട് കൊട്ടയും കൊണ്ട് നടന്നിരുന്നു. അതുകൊണ്ടൊന്നും ആ കൊട്ടല്ല നമുക്ക് ആവശ്യം, ഇവിടെ തെളിവാണ് ആവശ്യം. 4ാമത്തെ ചോദ്യം, നിങ്ങൾ നല്ല വിധേയത്വം ചീത്ത വിധേയത്വം പറഞ്ഞു. നല്ല വിധേയത്വം ചീത്ത വിധേയത്വം പറഞ്ഞു. ഇതൊക്കെ നല്ല വിധേയത്താണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയപ്പെട്ട നബിദിനാഘോഷവും അതിൻ്റെ ഭാഗമായി ചെയ്യുന്നതൊക്കെ നല്ല വിധേയത്താണ്. അത് ഇതൊക്കെ എല്ലാം നല്ല വിധേയത്താണ് എന്നാലും നിങ്ങളെ വാദം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു ചീത്ത വിധേയത്ത് എന്ന് പറയാൻ പറ്റും, ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ എന്നാണ്? ഒരു ചീത്ത വിധേയത്ത് എന്തു മാനദണ്ഡപ്രകാരം? ഒരു ഉദാഹരണം പറഞ്ഞാൽ പോരാ, ആ ഉദാഹരണം ഏതു മാനദണ്ഡപ്രകാരമാണ് ചീത്ത വിധേയത്താകുന്നത്? അതേ മാനദണ്ഡം വെച്ച് നബിദിനാഘോഷം ചീത്ത വിധേയത്തങ്ങൾ തെളിയിച്ചാൽ അതിനാണത്. അല്ലാതെ ഒരു ആയത്തോത് നിങ്ങളെ വക അർത്ഥം വെക്കുക, അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് പുതിയ നിസ്കാരം ഉണ്ടാക്കുക, പുതിയ നോമ്പുണ്ടാക്കുക, പുതിയ പല വിഭാഗത്തുണ്ടാക്കുക. എന്താ കാരണം? ഖുർആൻ നിസ്കാരത്തിൻ്റെ മഹത്വം ഉണ്ടല്ലോ, ഖുർആൻ നോമ്പിൻ്റെ മഹത്വം ഉണ്ടല്ലോ എന്ന ആയത്തോട്ട് അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെയാണ് പലയിടത്തും പലതുമായി വരുന്നത്. അപ്പോൾ ആ വക തട്ടിപ്പ് ഇസ്ലാമിൻ്റെ പേരിൽ പറ്റൂല. അതുകൊണ്ട് ചീത്ത ബിദ്അത്തിന് ഒരു ഉദാഹരണം. ഇപ്പോൾ പുതിയൊരു ചോദ്യം വന്നിട്ടുള്ളത് എന്താണ്? ചീത്ത ബിദ്അത്ത് അതിൻ്റെ മാനദണ്ഡം എന്താണ്? എപ്പോഴാണ് ഈ ചീത്ത ബിദ്അത്ത്? അതിനൊരു ഉദാഹരണം വേണം. ആ ഉദാഹരണത്തിൻ്റെ മാനദണ്ഡം എന്നാ കേട്ടോ. ചീത്ത ബിദ്അത്ത് ഒന്ന് ഖുതുബ പരിഭാഷ ചീത്ത ബിദ്അത്താണ്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന എന്ന ആയത്താണ് അതിൻ്റെ മാനദണ്ഡം. ചീത്ത ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞു, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ മാനദണ്ഡം വെച്ച് അത് ചീത്ത ബിദ്അത്താകാൻ എന്താണോ മാനദണ്ഡം അതേ മാനദണ്ഡമാണ് ഇതിനുള്ളത്. നിങ്ങളെ വാദപ്രകാരം എന്താണ്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി അല്ലാത്ത വഴി. അതാണ് നബിദിനാഘോഷം. മുഅ്മിനീങ്ങളുടെ വഴിയാണ് ഖുത്ബ. എന്തുകൊണ്ട്? കാന യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി തങ്ങളുടെ ഖുത്ബ, സ്വഹാബത്തിന്റെ ഖുത്ബ, യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതും, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അത് മുഅ്മിനീങ്ങളുടെ വഴി. നബിദിനാഘോഷമോ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി അല്ല. ആ മുഅ്മിനീങ്ങളുടെ വഴി ആണോ തെളിയിക്കാനാണ് ഞങ്ങൾ ചോദിച്ചത്. 4 നൂറ്റാണ്ടിൽ ഏതെങ്കിലും കിതാബിലുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയുമല്ലോ. അതില്ല. ഇബ്നു ഹിശാമിന്റെ സീറി ഉണ്ടെന്ന് പറഞ്ഞു, അതില്ലതാനും. അപ്പൊ പിന്നെ വ്യക്തമായി അത് മുഅ്മിനീങ്ങളുടെ വഴിയല്ല. അത് തെളിയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഉദാഹരണം ചോദിച്ചത്. ഉത്തമ നൂറ്റാണ്ടിൽ ആരും ഇത് പറഞ്ഞിട്ടില്ലേ? പുടിച്ചോ നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലെ ഇബ്നു ഹിശാമിന്റെ സീറത്ത് ഇബ്നു ഹിശാമിൽ അള്ളാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മദീന മുനവ്വറയെ ഹറമാക്കാൻ വേണ്ടി എത്തിയ സമയത്ത് താലഅൽ ബദ്ർ ചൊല്ലിയത് ഉത്തമ നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് ഈ
ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിയാരെ റസൂൽ മദീനത്ത് വന്നപ്പോൾ പാട്ട് പാടിയിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്. അതാ ഇബ്നു ഹിശാമിന്റെ സീറിലുള്ളത്. ധൈര്യം ഉണ്ടെങ്കിൽ വായിക്ക്. ഇബ്നു ഹിശാമിന്റെ സീർ നിങ്ങൾ ധൈര്യം ഉണ്ട് ഇപ്പം വായിക്ക്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം ഉണ്ടോ എന്നെ ചോദ്യം. വെറുതെ കളവറിയാ. അപ്പം ഇബ്നു ഹിശാമിന്റെ സീറിലുള്ളത് വായിക്ക്. അത് വായിക്കുക വേണ്ടത്. നിങ്ങൾ പറഞ്ഞെന്താ അള്ളാഹു റസൂൽ മദീനത്തേക്ക് ഹിജ്റ ചെയ്ത് വന്നതാ. അപ്പോൾ പാട്ട് പാടി ഞാൻ നേരത്തെ പറഞ്ഞു റസൂൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ പാട്ട് പാടും. അതിനല്ല തർക്കമുള്ളത്. ഇവിടെ ചോദിച്ചെന്താ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ കേൾക്കാതൊക്കെ നമ്മൾ സംസാരിക്കേണ്ട. ആദ്യ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശമുണ്ടോന്നാ. നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടോ? അത് ഇബ്നു ഹിശാമിന്റെ സീറയിലില്ല. ഇബ്നു ഹിശാമിന്റെ സീറയിലില്ല. 4 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഒരൊറ്റ കിതാബിലുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ മുമ്പ് എപ്പോഴും നിങ്ങൾ വായിക്കുക. നമ്മൾ വെല്ലുവിളിക്കാനാണ്. കാര്യം ഇല്ല, നമുക്ക് അത്ര ഉറപ്പുണ്ട്. ഇബ്നു ഹിശാമിന്റെ സീറയിലില്ല, ഇവിടെ ഇല്ല. മൂന്നാമത്തെ ചോദ്യം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. റിസാലയിലും മറ്റുമായി പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് തെളിവായി വല്ല ആയത്തോ വല്ല ഹദീസോ ഉദ്ധരിക്കാമോ? കാരണം ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ ഖുർആൻ പറഞ്ഞതാണ്. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി അതിനെ മഹത്വമായി അതിനെ പുണ്യമായി നിങ്ങൾ എഴുതി വെച്ചതാണ്. ആ വിഷയം പറയാക്കാൻ പറ്റൂല. കാരണം തപ്പ് തീരുമാനിക്കാൻ പറയണ്ടാതെ. അതുകൊണ്ട് കാര്യമില്ല. നബിദിനാഘോഷത്തിൻ്റെ മഹത്വമായി നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ ദിവസം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ്. ആ എഴുതിയതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഉറച്ചിക്കണില്ലേ? ഒരു കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. നമുക്ക് ആ റിസാല ഒന്നിച്ചെന്ത് ചെയ്യാം, തള്ളിക്കളയാം. പണ്ടൊരുപാട് തള്ളിയിട്ടുണ്ടല്ലോ. പക്ഷെ റിസാല മാത്രം മതിയാവൂല. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടോന്ന് വല്ല ആയത്തിലുണ്ട്. അതിന് ഇമാമിങ്ങൾ പറഞ്ഞ ശരിയല്ലാന്ന് മൗലവന്മാർ ഇമാം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തെളിവ് ഞങ്ങളുടെ ഇമാമുകളുണ്ട്. ആ ഇമാമുകൾ പിടിച്ചോ. ഹാഷിയത്തു ഷർവാനി 2405. ഇനി വേണോ പിടിച്ചോ. ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി തങ്ങൾ മസാലിക്കുൽ നഫിൽ പിടിച്ചോ. ഇനി വേണോ നിങ്ങൾക്ക് കിതാബുൽ മഅ്യാർ അഹ്മദുൽ അൻഫരി 1914 വഫാത്ത്. വളരെ കൃത്യമാണ്. ഞങ്ങൾക്കത് മതി. ഞങ്ങളെ കിതാബിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങൾക്കത് മതി. അത് വളരെ കൃത്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി ധരിച്ചാലും 50 ഹദീസ് ദഈഫല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുഖാരി ധരിച്ചിട്ടും കാര്യമില്ല, ഏതു ധരിച്ചിട്ടും കാര്യമില്ല. ലൈലത്തുൽ ഖദ്ർ ഞാൻ ചോദിച്ചു. അത് ഇപ്പോൾ ഏതായാലും ആയത്തോ ഹദീസൊന്നും ഇപ്പം ഉണ്ടാവും. ഞങ്ങളെ ഇമാമികൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങളെ ഇമാമികൾ പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി, കുഴപ്പമില്ല. ഞങ്ങളുടെ ഇമാം പറയാത്ത നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് കുഴപ്പമില്ല. നമ്മളെ ചോദ്യം ആയത്തുണ്ടോ ഹദീസ് ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ ഇല്ല. അപ്പം ഇല്ല എന്ന് പറയില്ല, കുഴപ്പമില്ല. നമ്മൾ അതിന് മനസ്സിലാക്കിക്കോളാം. നിങ്ങളെ സംസാരത്തിന് മനസ്സിലാക്കിക്കോളാം. ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നീ എടുങ്ങാറാക്കണില്ല. അപ്പം കൊട്ടക്കണക്കിനുണ്ട്, കൊട്ട കുറേ ഉണ്ടാവും. പക്ഷെ സാധനം ഇല്ല എന്നുള്ള കാലിക്കൊട്ടയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് വരുമ്പോഴും പൊന്നാര മാണിക്കക്കല്ല് നബി തന്നെയാണ്. ഏതായാലും വഴിത്തിരിവ് തന്നെയാണ്. 3 ചോദ്യം കൊണ്ട് ഞാൻ മാണിക്കക്കല്ലായല്ലോ. അപ്പം ഇനിയിപ്പോൾ 5 കഴിയുമ്പോഴേക്ക് ഏതായാലും അത് മുഴുവനായിക്കോളും. ഞങ്ങളുടെ ചോദ്യം, ഖുത്ബയിൽ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നുണ്ട്. ഈ ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയുണ്ടോ? തസ്ബീത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഹിന്ന സുആൽ എന്ന വാചകത്തിന് മാതൃകയുണ്ടോ? ഇപ്പത്തന്നെ തസ്ബീത്തല്ലാണോ? ഏതായാലും എല്ലാം കഴിഞ്ഞു. ഖബർ അടക്കി ഇപ്പോൾ തസ്ബീത്തും ചൊല്ലി പോകാനുള്ള ഏർപ്പാടാണ്. അപ്പം നബിദിനാഘോഷം മാത്രം ഇപ്പോൾ തസ്ബീത്തും കൂടി ആയി. എല്ലാം കഴിഞ്ഞു. ഈ 3 പൊടി മണ്ണ് വിട്ടിട്ട് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അവിടേക്കാ പോക്ക്. അപ്പം എന്തിനാ മുസ്ലിം ഏർപ്പാടൊക്കെ? എനിക്ക് റഹ്മത്തുള്ളാഹി ഖാസിമിൻ്റെ പഴയ ക്ലിപ്പാണ് ഓർമ്മ. 2 കൂട്ടരേ ഉള്ളൂ. അത് രണ്ടാമത് പറഞ്ഞത് അണ്ണാക്കുന്ന ഒച്ച വന്നാൽ സുന്നത്തമായത്താണ് എന്ന് വിചാരിക്കുന്നവർ എന്ന ക്ലിപ്പ് പണ്ട് എവിടെയോ ഇട്ട ഓർമ്മയുണ്ട്. അതാണ് ഇപ്പോൾ ഓർമ്മയത്. എന്തിനാ പൈസ? നമ്മൾ രണ്ടാളും പൈസലാണല്ലോ. ഇനിയിപ്പോൾ തസ്ബീത്തിൻ്റെ വാചകം നബി പഠിപ്പിച്ചോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കിട്ടേണ്ട പറയാൻ. ഞങ്ങൾ കഴിഞ്ഞ മാസം ഈ കേസ് സുന്നത്ത് സമ്പാദിച്ച അന്നും പറഞ്ഞിട്ടുണ്ട് ഇത് പഠിപ്പിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പണി വേറല്ലേ, ഇപ്പം സംഗതി വെപ്പല്ലേ. അപ്പം അതുകൊണ്ട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഈ സബ്ബിത്തുൻ്റെ സുആൽ എന്ന വാചകത്തിന് വല്ല സവിശേഷതയും കൽപ്പിച്ചാൽ ബിദ്അത്ത് തന്നെയാണ്. വല്ല സവിശേഷം കൽപ്പിച്ചാൽ ബിദ്അത്താണ്, സംശയമല്ല. ഏതുപോലെ റബീഉൽ അവ്വൽ സവിശേഷം കൽപ്പിക്കുന്നത് പോലെ, റബീഉൽ അവ്വലിൽ സവിശേഷ കൽപ്പിക്കുന്നത് പോലെ. എന്നാ റബീഉൽ അവ്വലിന് സവിശേഷത ഇല്ലേ? നിങ്ങൾ പറഞ്ഞോളി. ഒരു സവിശേഷത ഇല്ലേ എന്നാ പറഞ്ഞോളി. മദഹിന് പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞ നിങ്ങൾ പറയും, അത് പറയും. നിങ്ങൾ ആ പീസ് കൂട്ടും, ഒന്ന് കൂട്ടും. സവിശേഷം ഇല്ല നിങ്ങൾ പറയും. ഈ മനുഷ്യന്മാരെ തച്ചുള്ളുമ്പോൾ നിങ്ങളെ അല്ലാഹു റസൂൽ പറഞ്ഞു വസലഹു തസ്ബീത, നിങ്ങൾ മയ്യിത്തിന് വേണ്ടി തസ്ബീത ചോദിക്കണം. ഏത് വാചകം പറഞ്ഞില്ല. അപ്പം ഏതും പറ്റും. എന്നാൽ മദ്ഹും അതേപോലെ ശുക്റും ആയിക്കോട്ടെ. മദ്ഹും അതേപോലെ പ്രവാചകൻ റഹ്മത്താണ് എന്നുള്ളതും പ്രവാചകൻ പഠിപ്പിച്ചു. മദ്ഹ് ഏതുമാകാം, തർക്കമില്ല. അതിലല്ല തർക്കം. റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ടോ എന്നാ ചോദിച്ചത്. അതാ ചോദ്യം.
അതിനാണ് നിങ്ങൾ നേരത്തെ ഉത്തരം പറയാതെ 5 അവസരത്തിലും നിങ്ങൾ ഉരുണ്ട് മറിഞ്ഞത്. എൻ്റെ ഇപ്പം ഇബ്നു ഹിശാം സീറപ്പല്ലല്ലോ, ആയത്തും തഫ്സീറല്ലല്ലോ, എല്ലാം പോയില്ലേ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. സ്വഹാബത്തിനോ താബിഉകൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും അത് പരിചയമില്ല. എന്നാൽ ഇതോ വസലൂലഹു തസ്ബീത, മയ്യത്തിന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ അല്ലാഹു റസൂൽ കാരക്ക കൊടുത്തോ, നമുക്കിപ്പോൾ ബിരിയാണി കൊടുക്കാം, പ്രശ്നമില്ല. അന്ന് കാരക്കയാണോ, നമുക്ക് ബിരിയാണി ആക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അതുപോലും ഇല്ല, അവിടെ പ്രശ്നം. അതാണ് KM മൗലവി ചോദിച്ചത്. റബീഉൽ അവ്വൽ മാസം ആഗതമാകുമ്പോൾ ഒരു മുഅ്മിനിനെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? മൗലവി തൗഹീദിന്റെ വിളക്കുമാടം എന്ന് പറഞ്ഞ് അൽ മുർഷിദിനെ പരിചയപ്പെടുത്തി, നിങ്ങൾ അത് മറന്നുപോയോ? നിങ്ങൾക്ക് വായിക്കാം, അൽ മുർഷിദാണല്ലോ. ആ അൽ മുർഷിദിന് 125-ാമത്തെ പേജിൽ ബാക്കി നമ്മളോട് വായിച്ചു തരും. അപ്പം പൊളിയ എക്കാലും എല്ലാ കാലും പൊളി. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ചപ്പോൾ എവിടെയും സനദില്ലാത്ത കൊണ്ടൊന്നൊന്നുമല്ല, ഇത് കൃത്യമായ സനദുള്ളതാ. അങ്ങനെ ഒരുത്തനെ ഫോൺ വിളിച്ച് കൊടുക്കാൻ പറ്റിയ ഏർപ്പാടല്ല മുസ്ലിയാരാ ഇത്. ഏതായാലും ആ പണി ജിഷാനോട് വേണ്ടില്ലായിരുന്നു എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ചോദ്യം തെർലിയത്ത്, ഏതെങ്കിലും സ്വഹാബി മറ്റൊരു സ്വഹാബിയുടെ പേര് കേട്ടപ്പോൾ തെർലിയത്ത് ചൊല്ലിയതായി തെളിയിക്കാമോ? അപ്പൊ ഈ തർലിയത്ത് ചെല്ലാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കാരണം റളിയല്ലാഹു അൻഹും വറളു അൻഹു സൂറത്ത് തൗബ 100-ാമത്തെ ആയത്ത് ആരെ പറ്റിയാ പറഞ്ഞത്? സ്വഹാബികളെ പറ്റി. അസ്സാബിഖുൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതുപ്രകാരം ലോക മുസ്ലിങ്ങൾ 114 കാലം അത് ചൊല്ലി പോന്നിട്ടുമുണ്ട്. ഹദീസ് കിതാബ് മൊത്തം നോക്കി, ബുഖാരി കൊണ്ടല്ലേ മറിച്ച് നോക്കി, 1-ാമത്തെ ഹദീസിൽ നോക്കി, അവിടെ കാണാം ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ. സ്വഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 1, ഹദീസ് നമ്പർ 1 മറിച്ച് നോക്കി, അവിടെ കാണും അത്. അപ്പൊ എല്ലാം വ്യക്തമാണ്, തെളിവുള്ളതേ മുജാഹിദീങ്ങൾ ചെയ്തിട്ടുള്ളൂ. റസൂലുള്ള കാരക്ക കൊടുത്തിട്ടില്ല. അബിബായ് റസൂലുള്ളാഹി തങ്ങൾ ആട് അറുത്ത് കൊടുത്തിട്ടാണ്, മാംസമാണ് കൊടുത്തിരുന്നത്. മട്ടൻ പറ്റുമെങ്കിൽ കഴിക്കാവുന്നതാണ്. പിന്നെ നബി തങ്ങൾ ആടർത്തുവെന്നാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നു. റബീഉൽ അവ്വൽ മാസം 12-ന് തന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അള്ളാഹു ആടർത്ത് വിതരണം ചെയ്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ ഞങ്ങൾ ആഘോഷിക്കും, സംശയമൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ പേര് കളവ് പറയരുത്. നിങ്ങൾ മുടി കളവായി കൊണ്ടുവന്നു, അതേപോലെ പാത്രം കൊണ്ടുവന്നു, അത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്ന പോലെ ഇപ്പം ഇല്ലാത്തതും പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് റബീഉൽ അവ്വൽ മാസം 12-ന് അവിടുത്തെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരാടർത്ത് വിതരണം ചെയ്ത ഒരൊറ്റ സംഭവം നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. ഒരു വ്യത്യാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഹബീബ് അത് പഠിപ്പിച്ചിട്ടില്ല. ആ ഹബീബ് ദീനിൽപ്പെട്ട സ്വഹാബത്ത് അത് പഠിച്ചിട്ടില്ല. ദഫ് അത് പിന്നെ ഉണ്ടായതല്ല, നബിൻ്റെ കാലത്ത് തന്നെ ദഫുണ്ട്. സന്തോഷിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരി ഇതാ ഫുള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി കളാൻ നേരത്തെ ആളിക്കത്തി എന്ന് പറയേണ്ട, ഇതാ ഇതിൽ 3 സ്ഥലത്തുണ്ട് ദഫിൻ്റെ ഒരു സംഭവം വിശദീകരിച്ചത്. വേറെ സ്ഥലത്ത് വേറൊന്നുണ്ട്, വേറെ സ്ഥലത്ത് 5 സ്ഥലത്ത് ബുഖാരി തന്നെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. ദഫ് ബുഖാരിയിലുണ്ട്. ബുഖാരി ദഫുണ്ട് എന്ന് കല്യാണത്തിനുണ്ട്, കല്യാണത്തിന് ഫുട്ടിയവുണ്ട്. എന്നാൽ നബിദിനത്തിന് മുട്ടിയിട്ടുണ്ടോ? എടുത്തോളി, അടുത്തല്ല നമുക്ക് മുട്ട. ബുഖാരിയിലുണ്ടോ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദഫ് മുട്ടി? ഒരു കഥകൾ വായിച്ചോളി, അടുത്ത പ്രാവശ്യം ഞങ്ങൾ മുട്ടിക്കോളാം, ഒരു ബേജാറും ഇല്ല. അതൊന്നും ഇല്ല മുസ്ലിയാരെ. പിന്നെ അവിടെ ദഫ്, ഇവിടെ ഒരു പാട്ട്, അപ്പുറത്ത് വേറൊന്ന്, ഒക്കെ പാടെ കൂട്ടി വെച്ചപ്പോൾ അതന്നെ ഞങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് തെളിയിക്കാൻ കഴിയണം. ദഫ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. പക്ഷെ കല്യാണത്തെ ചെറിയ പെൺകുട്ടികൾ പാട്ടാടിയതാ, അവിടെ മുട്ടിയതാ, അതല്ലല്ലോ പ്രശ്നം. അവിടെ പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നബിദിനാഘോഷത്തിൽ ദഫ് മുട്ടാൻ ബുഖാരിയിലുണ്ടോ? വേണ്ട, ഖലീൽ ബുഖാരി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇമാം ബുഖാരി പറഞ്ഞോ അത് കാണിച്ചാൽ മതി. ഇല്ല. ചോദിച്ചപ്പോൾ മണിയായി പറഞ്ഞില്ലേ, നിങ്ങൾക്കൊന്ന് കിളിയായി പറഞ്ഞൂടെയെന്നോ? എന്താ സുഹൃത്ത് ഇങ്ങനെയൊക്കെ ആയാൽ? ഏതായാലും ഇപ്പം കിണിയായിട്ട് പറയേണ്ടതായിരുന്നു. മണിയും കിളികളും നല്ല ഇപ്പം കിണിയാ, എല്ലാം ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 30 ദിവസം തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. അതായത് ഇമാമായി ജമാഅത്തായി നിസ്കരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് നിസ്കരിച്ചിട്ടില്ല. അല്ലാത്തൊരു സംഗതി ഉമർ റളിയല്ലാഹു ചെയ്തതുകൊണ്ട് ഉമർ റളിയല്ലാഹു മുബ്തദി ആയോ? അതാണ് ചോദ്യം. ഇനിയിപ്പോൾ മൂപ്പർക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഉമർ ഖത്താബ് തറാവീഹ് 30 ദിവസം ജമാഅത്ത് നടത്തിക്കൊണ്ട് ബിദ്അത്ത് ചെയ്തോ? ഒരിക്കലും അത് ബിദ്അത്ത് ചെയ്തിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസം ജമാഅത്തായി മാതൃക കാണിച്ചിട്ടുണ്ട്. 3 ദിവസം മാതൃക കാണിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ കാണിച്ചാൽ മതി. റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ കാണിച്ചാൽ മതി, കാണിക്കണമെന്നില്ല, ചെയ്യാൻ വിചാരിച്ചാലും മതി. ആശൂറ നോമ്പ് നോറ്റ നബി തങ്ങൾ പറഞ്ഞു, അടുത്ത കൊല്ലം ഞാനുണ്ടെങ്കിൽ 9 നോൽക്കും, നോറ്റിട്ട് ഞാൻ നോക്കാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന പോലെ. റബീഉൽ അവ്വൽ 12-ന് ഫൈസൽ ഹസനി, റബീഉൽ അവ്വൽ 12 നബി വല്ല എന്തെങ്കിലും ചെയ്താൽ മതി, ഒരു കാരക്ക കൊടുത്താൽ മതി, ബാക്കി തർക്കമില്ല എന്ന് പറഞ്ഞത്. ഒരു കാരക്ക റബീഉൽ അവ്വൽ മാസം 12-ന് ഒരു കാരക്ക എടുത്തതാ, എൻ്റെ മീലാദാണ്, നിങ്ങൾ ഇത്രേ കഴിയുള്ളൂ, ഇതിന് അപ്പുറം കഴിയൂല എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരുന്നുവെങ്കിൽ ബാക്കി എല്ലാം തെളിവായി, ഒരു തർക്കവുമില്ല. പക്ഷെ ഒരു കാരക്ക പോലും കാണിക്കാൻ വയ്യല്ലോ. അത് വേണ്ട, കാരക്ക കുരുമതി, അതുപോലുമില്ല, കിത്മീർ പോലുമില്ല എന്നർത്ഥം. നബിദിനാഘോഷം, മൗലിദാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സ്വഹാബത്തിൻ്റെയോ താബിഈകളുടെയോ ഇമാമുകളുടെയോ കാലത്ത് ഇല്ല എന്ന് സങ്കല്പിക്കപ്പെട്ടാൽ പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷം അത് ബിദ്അത്താണെന്ന് അത് ചീത്ത ബിദ്അത്താണെന്നോ അല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെന്നോ പറയുവാൻ സാധിക്കുകയില്ല, പറ്റുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്ത് സ്വഹാബത്തോ താബികളോ ഇമാമിങ്ങളോ ആചരിച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും എന്നാണ്. അവിടെയാണ് നമ്മളെ പിടുത്തം. അത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് ഗണ്ണിക്കാൻ എന്ന വണ്ണം കൊണ്ടുവന്ന ചില തെളിവുകൾ അത് മൂപ്പരൻ്റെ മറുപടിയും പറഞ്ഞു. ഒന്ന് മൂപ്പര് പറഞ്ഞ തസ്ബീത്താണ്. മൂപ്പരനെ പറഞ്ഞു റസൂൽ തസ്ബീത്ത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞല്ലോ, അത്ര ആവശ്യമുള്ളൂ. മറ്റൊന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹും എന്നാണ്. അതിന് മൂപ്പര് പറഞ്ഞു അത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. മതി, ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ, ഖുർആൻ ഉണ്ടായാൽ മതി എന്ന പോലെ ഒരായത്തുകൾ ഓതി അതിനൊന്നും ആവശ്യമില്ല. ഒറ്റ ആയത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആനിലുള്ളത് പോലെ ഒരായത്ത് മീലാദാഘോഷത്തിന്, അതിനൊരായത്ത് റഹ്മത്താണ് എന്നതിന് ആയത്ത് വേണമെങ്കിൽ വേറെ ഇനിയും തരാം. നിങ്ങൾ ഓതാത്ത ആയത്ത് ഇഷ്ടംപോലെ വേറെയുണ്ട്. അല്ലാഹു റസൂൽ റഹ്മത്താണ്, ഇഷ്ടംപോലെ തഫ്സീറുണ്ട്, വ്യക്തമായ ആയത്തുണ്ട്, ധാരാളം ഹദീസുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലാഹു റസൂൽ റഹ്മത്തനാണ് താനും. ഒരായത്തും ഇല്ല എന്ന് വിചാരിക്കുക ആ വിഷയത്തിൽ. എന്നാലും റസൂൽ റഹ്മത്ത് തന്നെയാണ്, അതിലാർക്കും തർക്കമില്ല. നിങ്ങൾ തെളിവായി പറഞ്ഞു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന സൂറത്ത് യൂനുസിലെ ഒരായത്താണ് നിങ്ങൾ അത് തെളിവെന്നോണം ഓതിയ ഒന്ന്. ആ തരത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ അല്ലാഹു റസൂൽ റഹ്മത്താണ് എന്ന് ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ ലോകത്ത് വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ, വ്യാഖ്യാനം എഴുതിയ, ആദ്യ തലമുറകളിൽ ജീവിച്ച ഉത്തമരായ അഹ്ലുസുന്നയുടെ ഇമാമികൾ, മുഫസ്സിറുകൾ, ഇനി വേണ്ട മുഹദ്ദിസുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, അവരാരെങ്കിലും ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് റബീഉൽ അവ്വൽ മാസം 12-ന് പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന തരത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ഏതെങ്കിലും ഒരു തഫ്സീർ ആധികാരികരായ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. മൗലവി ചോദിച്ചത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്ത്. ആ ആയത്ത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾ നേരത്തെ വിഷയാവതരണമെ തെളിവുദ്ധരിച്ചു. ആണയിട്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ആ ആയത്ത് തെളിവാണ്. ആ ആയത്ത് തെളിവാണ്. ഒരു ആയത്ത് തെളിവ് ആണെങ്കിൽ ആ തെളിവിന് വേറെ ഒരു ഇമാമ് പറയണം എന്ന വാദം തന്നെ തെറ്റാണ്. അതിനെന്താ ന്യായം? ആയത്ത് വ്യക്തമായി വന്നാൽ പിന്നെ തഫ്സീർ വേണമെന്നില്ല. അതന്നെയാണ് പ്രശ്നം. അപ്പം നിങ്ങളെ വക 313 വക എന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങളെ വക തഫ്സീറാണ്. അവിടെയാണ് പ്രശ്നം. ആ വക പറ്റൂലാൻ. അങ്ങനെ കുറേ വകകൾ ഉണ്ടാക്കി, അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ചേർത്തി, അതൊക്കെ പാടെ കൂട്ടിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇനി പറയണ്ടെന്ന് പറഞ്ഞ എല്ലാ പ്രശ്നവും വന്നത്. അത് റഷീദ് സഖാഫിക്ക് പ്രയാസം ഉണ്ടാവും, കാരണം ജിഷാൻ അറിയാലോ. പോട്ടെ, വിഷയം തന്നെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യം അതൊന്നല്ല, അത് പൂതിയോണ്ടല്ല, നിങ്ങളെത്തുന്ന ഉത്തരം കിട്ടാനുള്ള പൂതിയോണ്ടാണ് ചോദിക്കണത്. ഈ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തഫ്സീർ പറയാൻ പ്രയാസമുള്ളത്. അല്ലെങ്കിൽ എന്തേ പറഞ്ഞൂടെ? ലോകത്തെ എത്ര തഫ്സീറുണ്ട്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ മുതൽ ഇങ്ങോട്ട് ഖുർആൻ ഒന്നാകെ തഫ്സീർ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്കിൽ 100 കണക്ക് തഫ്സീറിനിട്ട് ഒരൊറ്റ തഫ്സീറിലെങ്കിലും, ആധികാരികമായ ഒരു തഫ്സീറെങ്കിലും ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് അവർ ഒരുമിച്ച് കൂടി അനുസ്മരണങ്ങളും പ്രസംഗങ്ങളും അവർ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും അങ്ങനെ ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അപ്പോൾ ദിവസം നിശ്ചയിച്ചു എന്നതുകൊണ്ട് വലിയ അബദ്ധമാണ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുകയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റബീഉൽ അവ്വൽ മാസം 12-ന് ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ആടർത്ത് വിതരണം ചെയ്തു ഞങ്ങളുടെ ഹബീബിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തെളിയിക്കണം, അല്ലെങ്കിൽ അതില്ല എന്ന് പറയണം. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് നബിദിനം ആഘോഷിക്കാൻ. പക്ഷേ ഇലാ യൗമിൽ ഖിയാമ കാണിക്കാൻ കഴിയില്ല. ഒരു സംശയം ആ
വിഷയത്തിലില്ല. നേരത്തെ ഇബ്നു ഹിഷാമിൻ്റെ കിതാബിൽ നിന്ന് ഇല്ലാത്തത് പറഞ്ഞതുപോലെ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ പേരിലും ഇല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ആയത്തോതി ദുർവ്യാഖ്യാനിച്ചതുപോലെ ഇപ്പം ഇല്ലാത്ത ഹദീസ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തിനാ ഉസ്താദന്മാരെ ഈ ശൈലിയൊക്കെ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിന് വെറുതെ വിട്ടൂടെ? വെറുതെ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഓരോന്ന് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എന്തിനാണ് ഈ രൂപത്തിലൊക്കെ? അക്കീക്ക അറുത്തു കൊടുത്തു, അല്ല മൃഗത്തെ അറുത്തു കൊടുത്തു എന്നതിന് തെളിവുണ്ടോ? ഉണ്ടോ, ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ? ബഹുമാനി നിങ്ങളെക്കാൾ ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂത്തിയുടെ ചെരുപ്പിന്റെ അടിയിലെ ഒരു ചാറാകാൻ പോലും നിങ്ങൾക്ക് അർഹതയുണ്ടോ മുസ്ലിയാരെ? എന്നിട്ട് നിങ്ങളാണ് പറയുന്നത്, നോക്കൂ നിങ്ങൾ, അൽ ഹാബീലിൽ ഫത്താവ എന്ന ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കിതാബിലാണ് അവിടുന്ന് അക്കീക്ക അറുത്തു കൊടുത്ത സംഭവം പറഞ്ഞ് നബിദിനത്തിനോട് ഒരു ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കാര്യമാണത്. മുസ്ലിം അതിലുള്ളത് അക്ക അന്നഫ്സിഹീന ഉള്ളത്, അതിലുള്ളത് അക്ക അന്നഫ്സിഹീന. നബി ഞങ്ങൾ അക്കീക്ക തർത്തൂന്ന്, അതാണോ തർക്കം? അതാ തർക്കം? അക്കീക്ക തർക്കാൻ പറ്റുമല്ലോ, അതപ്പോൾ തർക്കം എന്താ മുസ്ലിയാരെ? എന്താ അതൊക്കെ? നിങ്ങൾ വായിച്ച കിതാബില ഹുസ്നുൽ മഖ്സദി ഫി അമലിൽ മൗലിദ് എന്ന ബാബാത്. നിങ്ങൾ കുറച്ച് നോക്കി, നിങ്ങൾ അടുത്ത പേജിൽ ബാബ് കാണും. എന്താ ഹെഡിങ്? ഹുസ്നുൽ മഖ്സദി ഫി അമലിൽ മൗലിദ്. ആ അധ്യായത്തിലാണ് പറഞ്ഞത് അക്ക അന്നഫ്സിഹി. നബി തങ്ങൾ അക്കീക്ക തർത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ തെളിവ്? പല കാര്യമായി പോയി. ഇന്ന് നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തിനിക്കുമോ? ഹക്കീക തർക്കം. ഇപ്പം നേരത്തെ പറഞ്ഞെന്താ? അള്ളാഹിന്റെ റസൂൽ ജന്മദിനത്തെ സന്തോഷിച്ചുകൊണ്ട് ആടർത്ത് വിതരണം ചെയ്തു. എവിടെയുള്ളത്? അതിലെവിടെയുള്ളത്? ഹക്കീക തർക്കാൻ പറ്റുന്ന അത് തിരക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെ ജന്മദിനം എനിക്കും ആഘോഷിക്കാം, മൂപ്പഴുതും ആഘോഷിക്കാം, എല്ലാവരും ആഘോഷിക്കാം, ഈസാ നബിൻ്റെ ആഘോഷിക്കാം. അപ്പം ക്രിസ്മസിനും പോകാൻ, ഇപ്പോൾ ക്രിസ്മസിനും പോകാം. കാരണം എന്താ? അതും അതന്നെയല്ലേ, എല്ലാം പറ്റും. എന്താ മുസ്ലിം ഈ കോലത്തെ ദീ മനസ്സിലാക്കിയത്?